പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാം. നമ്മൾ കഴിഞ്ഞ ഒന്ന് രണ്ട് ഒരു ക്ലാസ്സിൽ അബിനെക്കുറിച്ച് ചെറിയ ഒരു വിശദീകരണം നൽകുകയുണ്ടായി. മറ്റൊരു ക്ലാസ്സിൽ ഉമ്മിനെക്കുറിച്ചും ചെറിയ ഒരു വിശദീകരണം എൻ്റെ സഹോദരങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുകയുണ്ടായി. ഇന്നിപ്പോ വേണമെങ്കിൽ ആ ഉമ്മ എന്ന് പറയുന്ന വിഷയത്തിന്റെ തുടർച്ച എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു വിഷയവുമായിട്ടാണ് ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ മുമ്പിൽ ഇന്ന് വന്നിട്ടുള്ളത്. ആ ഒരു അറിവ്, അതുമായി ബന്ധപ്പെട്ട അതിന്റെ തുടർച്ച എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു വിഷയവുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വന്നിട്ടുള്ളത്. അത് ഏതാണ് വചനം എന്ന് ചോദിച്ച സൂറത്ത് അശ്ശൂറ കേട്ടിട്ടുണ്ടാവും എൻ്റെ സഹോദരങ്ങൾ. അശ്ശൂറ എന്ന് പറയുന്ന അധ്യായം, അതിലെ 7-ാമത്തെ വചനവുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതിൽ പറയുന്നത് വകദാലിക ഔഹൈന ഇലൈക ഖുർആനൻ അറബിയൻ ലിതുൻദിറ ഉമ്മൽ ഖുറ വമൻ ഹൗലഹ വലിതുൻദിറ യൗമൽ ജംഇ ഫരീഖും ഫിൽ ജന്നത്തി വഫരീഖും ഫിസ് സഈർ. ആ ലാ റൈബ ഫീഹി ഇല്ലാത്ത യൗമുൽ ജം ഉണ്ടല്ലോ, അതിനെ കുറിച്ച് ഇൻദാർ നടത്താനും ഫരീഖും ഫിസ് സഈർ ഫരീഖും ഫിൽ ജന്നത്തി വഫരീഖും ഫിസ് സഈർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വചനം അവസാനിപ്പിക്കുന്നത്. അപ്പൊ നമ്മളന്ന് കഴിഞ്ഞ ഉമ്മ് എന്ന് പറയുന്നതിൽ പറഞ്ഞിരുന്നു മൗലിദുൽ ഇൽമി വൽ മഅരിഫത്തി. എവിടെ നിന്നാണോ ഇൽമും മഅരിഫത്തും, അറിവും ജ്ഞാനവും, യൂലിദു വലത യൂലിദു വിലാദത്ത് ജന്മമെടുക്കുന്നത്, അതാണ് ഉമ്മ് എന്ന് പറയുന്നു. എന്നാൽ ചില ആളുകളുടെ ഉമ്മ് ഹാവിയ ആയിരിക്കും. അത് ഖുർആൻ പറയുന്നുണ്ട്, ഉമ്മുഹു ഹാവിയ. അത് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത് ഹാവിയ എന്ന് പേരുള്ള ഒരു നരകമായിരിക്കും അവരുടെ ഉമ്മ് എന്നാണ് പറയുന്നത് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. സത്യത്തിൽ ഉമ്മുഹു ഹാവിയ എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു, തഹ്വി 2 നഫ്സാണ് നമ്മുടെ ഉള്ളിലുള്ളത്. ഒന്ന് റഹ്മാനിയത്തിനെ തേടുന്നത്, ഒന്ന് ഫിറൗനിനെ തേടുന്നത്, അതായത് ശൈത്താനിയത്തിനെ തേടുന്നത്. ഇങ്ങനെ 2 നഫ്സാണ്. പൈശാചികതയെ തേടുന്നത്, കാരുണ്യത്തിന്റെ ആ തലത്തെ തേടുന്ന 2 മനസ്സ് ആണ് നമ്മുടെ ഉള്ളിലുള്ളത് എന്ന് ഞാനൊരു ഉദാഹരണത്തിലൂടെ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു. അപ്പൊ ഹാവിയ എന്ന് പറയുന്നത് ഹവൻ നഫ്സാണ്. തൻ്റെ മനസ്സിന്റെ ഇച്ഛകളുടെ, ആഗ്രഹങ്ങളുടെ, ദേഹേച്ഛയുടെ പിന്നാലെയാണ് അവന് പോകുന്നത്. അതാണ് അവിടെ നിന്ന് കിട്ടുന്ന അറിവുകളാണ് അവന് സ്വീകരിക്കുന്നത്. അതാണ് ഉമ്മുഹു ഹാവിയ എന്ന് പറയുന്നത്. ഇനി ഹാവിയ എന്ന് പേരുള്ള നരകമാണ് അവരുടെ വാസസ്ഥലം എന്ന് പറയുന്ന ആളുകൾക്ക് അങ്ങനെ പറയാം. അതും നമുക്ക് അതിന്റെ ലാഹിറിൽ അങ്ങനെയും എടുക്കാം. നാളെ പരലോകത്തിൽ മരിച്ചു മൺമറഞ്ഞു പോയി നാളെ പരലോകത്തിൽ ഉയർത്തെഴുന്നേൽപ്പിച്ച് വിചാരണ നടത്തി അവർക്ക് ഹാവിയ എന്ന് പേരുള്ള ഒരു നരകം കൊടുക്കും എന്ന അർത്ഥത്തിൽ മനസ്സിലാക്കുന്ന ആളുകൾക്ക് അതിന്റെ ലാഹിറിൽ അങ്ങനെ എടുക്കാം. നമ്മൾ അതിനൊന്നും എതിരല്ല. എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് അതാണ്. അപ്പോൾ ഇതാണ് ഉമ്മ് എന്ന് പറയുന്ന ആ തലം നമ്മൾ വിശദീകരിച്ചത് അതാണ്. അതുപോലെ തന്നെ ഞാൻ അന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞോ എന്ന് എനിക്കറിയില്ല. നബിയുടെ അടുത്ത് വന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ ബാധ്യത ആരോടാണെന്ന് ചോദിച്ചപ്പോൾ ഉമ്മയോട് എന്ന് 3 പ്രാവശ്യം ആവർത്തിച്ച് ചോദിച്ചപ്പോഴും ഉമ്മുക്ക എന്ന് പറഞ്ഞു എന്ന് നബി പറഞ്ഞു എന്ന് പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. അത് ഞാൻ എവിടെയോ പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ട്. ഖുർആനിൽ 3 സ്ഥലത്താണ് ഉമ്മുക്കി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഒരു സ്ഥലത്ത് അബൂക്കി എന്നും പറഞ്ഞിട്ടുണ്ട് മറിയമ്മിനോട്. അപ്പൊ ഇതാണ് നമ്മളുടെ, അതൊക്കെ ഞാൻ പറയണത് ആ ഹദീസും ആ ഖുർആനിന്റെ ഈ 3 സ്ഥലത്തുള്ള ഉമ്മുക്കി എന്നുള്ള പറയലും തമ്മിൽ ബന്ധമുണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കാൻ ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ.
അവിടുത്തെ എന്താണ് ബന്ധം എന്നുള്ളതൊക്കെ പിന്നീട് നമുക്ക് വിശദീകരിക്കാം. ഇന്നത്തെ നമ്മുടെ വിശദീകരണ വിഷയം ഉമ്മുൽ ഖുറ എന്നുള്ളതാണ്. പൊതുവെ ഒരു ആക്ഷേപമുണ്ട് ഖുർആനിനെ കുറിച്ച്. ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ ഇതിനെ വിമർശിക്കുന്ന, എതിർക്കുന്ന ആളുകൾ, ഖുർആനിനെ വിമർശിക്കുന്ന ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഈ അറബിയിലുള്ള ഖുർആൻ ഉമ്മുൽ ഖുറ മക്കയിലേക്കും അതിന്റെ ഹൗല് അതിന്റെ ചുറ്റുഭാഗത്തുള്ള ആളുകൾക്കും മാത്രം പറഞ്ഞ ആ ഗോത്ര നിയമങ്ങളാണ് എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട് എന്ന രീതിയിൽ ഇതിനെ വിമർശിക്കുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചും കൂടിയുള്ള ഒരു പരിശോധനയാണ് ഈ ഉമ്മ പറയുമ്പോൾ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ പോകുന്നത്. എൻ്റെ സഹോദരങ്ങൾ കേട്ടിട്ടുണ്ടാവും അങ്ങനത്തെ ഒരു ആക്ഷേപം. നിങ്ങൾ എവിടെ നിന്നെങ്കിലും കേട്ടിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവര് ആ വിമർശിക്കുന്ന എൻ്റെ സഹോദരങ്ങൾ അവര് അതിന്റെ പാരമ്പര്യ പരിഭാഷകൾ വായിച്ചിട്ടാണ് അവർ പറയുന്നത്. അവരെ കുറ്റം പറയാൻ കഴിയില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആ സഹോദരങ്ങൾ നമ്മുടെ സഹോദരങ്ങളാണ് അവരും. കാരണം അവര് ചരിത്രപരമായ പദാർത്ഥപരമായ ഖുർആനിന്റെ പരിഭാഷകൾ മലയാളത്തിൽ അവർക്ക് കിട്ടുന്ന പരിഭാഷകൾ എടുത്തിട്ട് അതിൽ അങ്ങനെ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. ഉമ്മുൽ ഖുറ എന്ന് പറയുന്നത് മക്കയാണ് എന്നും ഹൗല എന്ന് പറയുന്നത് ആ മക്കയുടെ ചുറ്റുമുള്ള പ്രദേശങ്ങൾ ആണ് എന്നും ആ പ്രദേശങ്ങളിലേക്ക് അവരെ മുന്നറിയിപ്പ് കൊടുക്കാനും അവർക്ക് താക്കീത് കൊടുക്കാനുമാണ് ഈ ഖുർആൻ പിന്നെ നിനക്ക് ഞാൻ വഹി നൽകിയിട്ടുള്ളത് എന്നാണ് പറയുന്നത് എന്നാണ്. അപ്പോ ആ പരിഭാഷ വായിച്ചിട്ടാണ് അവര് വിമർശിക്കുന്നത്. ആ പരിഭാഷ അതിന്റെ ചരിത്രപരമായ അതിന്റെ പദാർത്ഥപരമായ തലത്തില് പരിഭാഷ എഴുതിയപ്പോൾ അവരതെടുത്ത് ഞാനാണെങ്കിലും വിമർശിക്കും, ഞാനാണെങ്കിലും പറയും. അതാണ് അവരെ കുറ്റം പറയാൻ പാടില്ല എന്ന് നമ്മൾ പറയണത്. കാരണം ഈ ഖുർആൻ ലോകത്തിന് മുഴുവനുള്ളതൊന്നുമല്ല. ഖുർആൻ തന്നെ പറയുന്നത്, അറബി ഖുർആൻ ഇറക്കിയിരിക്കുന്നത് മക്കയിലും അതിന്റെ ചുറ്റുപാടുള്ള ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകാനാണെന്ന് സൂറത്ത് ശൂറ 7-ാമത്തെ വചനത്തിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഗോത്ര സംസ്കാരം നിലനിന്നിരുന്ന ആ സമൂഹത്തില് അവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഈ വചനം അല്ലെങ്കിൽ ഈ ഖുർആൻ എന്നുള്ളത് അവർ വാദിക്കുന്നു, വിമർശിക്കുന്നു. നമുക്കിവിടെ പറയാനുള്ളത് ഖുർആൻ എന്ന് പറയുന്നത് തന്നെ ഈ മുസ്ഹഫ് അല്ല എന്നുള്ളതാണ്. 88ഓളം സ്ഥലങ്ങളിൽ ഖുർആൻ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെയൊന്നും തന്നെ ഒന്നാമത് ഓരോ മനുഷ്യന്റെ ഉള്ളിലേക്കുമാണ്, അവന്റെ ഉള്ളിലാണ് ഖുർആൻ കിട്ടുന്നത്. അവന്റെ ഉള്ളാണ് ഉമ്മുൽ ഖുറ എന്നുള്ളതാണ് ആദ്യമായിട്ട് എൻ്റെ സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടത്. കൃത്യമായി മനസ്സിലാക്കണം. ഖറിയത്ത് എന്ന് പറയുമ്പോൾ ഒരു വില്ലേജ് അല്ല, ഒരു വില്ലേജ് അല്ല. നമ്മൾ ഈ പറയുന്ന ടൗണ് വില്ലേജ് എന്ന് പറയുന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ. ഞാൻ വളരെ വിശദമായും താഴെ തട്ടിൽ ഇറങ്ങിയിട്ടാണ് ഇപ്പം ഈ സംസാരിക്കാൻ പോണത്. കാരണം ആളുകൾക്ക് അതിൻ്റെ ഉയർന്ന തലങ്ങളിൽ കയറി പറയുമ്പോൾ മനസ്സിലാണില്ല എന്നുള്ളൊരു ചെറിയ അഭിപ്രായമുണ്ട്. അപ്പൊ ഖറിയത്ത് എന്ന് പറയുന്ന ഇസ്തിഖ്റ ഉൽ ജഹ്ലാണ്, അജ്ഞതയാണ് അവർ വായിച്ചെടുക്കുന്നത്, ഇൽമല്ല. അതുപോലെ തന്നെ അവരുടെ പിന്നെ ചിന്ത, ഫിക്ർ, അഖ്ല്, ഫിക്റും ഫാരിയാണ്, ഒഴിഞ്ഞ കാലിയായ ചിന്തയാണ് അവരുടേത്. അതുപോലെ തന്നെ ജാമിദായ അഖ്ലാണ് അവരുടേത്. പ്രത്യേകം മനസ്സിലാക്കാം. മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾക്ക്. അഖലും ജാമിദ് എന്ന് പറഞ്ഞാൽ ജുമൂദായ, ഒരു ചലനമില്ല, ഒരു വളർച്ചയില്ല, അങ്ങനത്തെ മനുഷ്യന്റെ ചിന്ത ബുദ്ധിയെയാണ്, അത് ചിന്തിക്കുന്നേ ഇല്ല എന്നർത്ഥം. ജുമൂദാണത്, നിർജീവമാണത്, അനക്കമില്ലാത്ത സാധനമാണത്.
അതുപോലെ തന്നെ അവിടെ നിന്ന് ചിന്തകളെ വരുന്നില്ല. അങ്ങനത്തെ ഒരു മനുഷ്യന്റെ ഉള്ളിനെയാണ് ഖറിയത്ത് എന്ന് പറയുന്നത്. പ്രത്യേകം മനസ്സിലാക്കുക. ഇനി ഇതിൽക്കും താഴെ ഇറങ്ങി പറയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്ക് പറ്റും തോന്നണില്ല. അത്ര മെല്ലെ സാവധാനം കാര്യങ്ങൾ വിശദീകരിച്ചിട്ടാണ് പോണത്. മദീനത്ത് എന്ന് പറഞ്ഞ ദീനാണ്. ദീന് ഉൾക്കൊണ്ട മനുഷ്യന്റെ മനസ്സാണത്, ചിന്തയാണത്. അതായത് മദീനത്തുൽ ഇൽമി വൽ മഅരിഫത്താണ് എന്നർത്ഥം. അതാണ് ഖുർആൻ ഉപയോഗിക്കുന്ന മദീനത്ത് എന്ന വാക്കിന്റെ അർത്ഥം. ഖറിയത്ത് എന്ന് പറയുന്നത് അഖില് ജാമിദാകുക, ഫിക്ർ ഫാരിഗാകുക, അതിനെയാണ് ഖറിയത്ത് എന്ന് പറയുന്നത്. എന്റെ മലയാളം ഞാൻ പറഞ്ഞുപോയി. ജാമിദായ, ഉറച്ച, അനക്കമില്ലാത്ത, ജീവനില്ലാത്ത മനുഷ്യന്റെ ബുദ്ധി. ജീവൻ എന്ന് പറയുന്നത് അതിന്റെ ചിന്താമണ്ഡലം പ്രവർത്തിക്കുന്നില്ല എന്നർത്ഥം. അങ്ങനത്തെ മനുഷ്യന്റെ ബുദ്ധിയെയും മനസ്സിനെയുമാണ് ഖറിയത്ത് എന്ന് പറയുന്നത്. മദീനത്ത് എന്ന് പറയുന്നത് മദീനത്തുൽ ഇൽമാണ്, മദീനത്തുൽ മഅരിഫത്താണ്. ആ മദീനത്തുൽ ഇൽമിൽ നിന്നാണ്, ആ മദീനത്തുൽ മഅരിഫത്തിൽ നിന്നാണ് ജാ റജുലുൻ എന്ന് പറയുന്ന ആ റജുല് വരുന്നത്. അത് മൂസയാണ് എന്ന് ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അത് അക്സൽ ഇദ്റാഖാണ്. കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിന്റെ ആത്യന്തികതയിലെത്തിയ മനുഷ്യ ബുദ്ധിയാണത്. അവർക്ക് ഇത്തബിഉൽ മുർസലീൻ എന്ന് പറയാൻ സാധിക്കുള്ളൂ. അല്ലാതെ ടൗണിന്റെ അങ്ങേയറ്റത്ത് ഒരാൾ നിന്നു എന്നതുകൊണ്ട് അയാൾക്ക് ഈ ആശയത്തെ ഉൾക്കൊള്ളാൻ കഴിയില്ല. പ്രത്യേകം മനസ്സിലാക്കണം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, വൽതക്കും ഉമ്മത്തുൻ യദൂന എന്ന ഒരു ഉമ്മത്ത് എന്ന് പറയുന്ന ഒരു ഏതെങ്കിലും കുറച്ച് ആളുകൾ ഉണ്ടായാൽ അവർക്ക് ഹൈറിലേക്ക് വിളിക്കാൻ കഴിയില്ല. അവർക്ക് ജ്ഞാനത്തിന്റെ ഉറവിടങ്ങളായിരിക്കണം അവര്. അതാണ് ആ പറഞ്ഞത്. ഉമ്മത്ത് ഇബ്രാഹിമാണ്. ഈ ജ്ഞാനത്തിന്റെ മേഖലകൾ കണ്ടെത്തിയ ആളാണ് ഇബ്രാഹിം. അതാണ് വൽതക്കും മിൻകും ഉമ്മത്തുൻ എന്ന് പറയുന്നത്. അതാണ് ഉമ്മത്തം വസത്തെന്ന് ഞാൻ അവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചത്. കമാലുൽ അഖ്ലാഖി വൽ മഅരിഫത്തി എന്ന് പറയുന്നത്. അല്ലാതെ ഒരു ജ്ഞാനി ഉണ്ടാവുകയും ആ ജ്ഞാനിയെ ചുറ്റിപ്പറ്റി കുറെ പരിവാരങ്ങൾ അവരുടെ കൂടെ ഉണ്ടാവുകയും അങ്ങനെ ഉണ്ടാവുന്ന ഒരു സമൂഹമാണ് ഉമ്മത്ത് എന്ന് പറയുകയും ചെയ്യുന്ന രീതി ശരിയല്ല എന്നാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൂടെ സൂചിപ്പിച്ചത്. എന്നതുപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ പറയുന്നത് മദീനത്ത് എന്ന് പറയുന്നതാണ് മദിയൻ എന്ന് പറയുന്നത്. മദിയനിൽ നിന്നാണ് ഈ ജ്ഞാനത്തിന്റെ അറിവിന്റെ ജലം, ജ്ഞാനജലം കുടിക്കാൻ കിട്ടുന്നത്, കുടിക്കാൻ കൊണ്ടുവരുന്നത്. അതൊന്നും പദാർത്ഥപരമായിട്ട് എൻ്റെ സഹോദരങ്ങൾ കാണരുത്. ഇതിനൊക്കെ ആത്മീയമായ തലത്തിൽ തന്നെ കാണണം. മദിയൻ എന്ന് പറയുമ്പോൾ, മദിയൻ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വെള്ളം കോരാൻ പോയി എന്ന് പറയുന്ന ആ കഥ പറയാനല്ല ഖുർആൻ വന്നിട്ടുള്ളത്. ഇതിപ്പോ അടുത്തെൻ്റെ ഒരു സഹോദരൻ പറഞ്ഞു, നിങ്ങൾ പറയുന്നത് പോലെ തന്നെയാണ്. അല്ലാതെ ഖുർആൻ കുറെ ഫാത്തിമ ബീവിയുടെയും ആയിഷ ബീവിയുടെയും ഖദീജ ബീവിയുടെയും അങ്ങനെയല്ല ഒരുപാട് ബീവിമാരുടെ കഥ പറയാൻ വന്ന ബുക്കല്ല. നമ്മൾ ഇതുവരെ ഈ കഥ പറഞ്ഞ് നടക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. ഞങ്ങൾക്ക് ഇതുവരെ ഇപ്പൊ ബീവിമാരുടെ കഥയും പറഞ്ഞ് അങ്ങനെ നടക്കുന്ന ക്ലാസ്സുകളായിരുന്നു ഞങ്ങളുടെ. ഇപ്പൊ ഇതിന്റെ ആധ്യാത്മികമായ തലങ്ങളിലേക്ക് ഈ ഖുർആനിന്റെ വിശദീകരണം ഇപ്പൊ കേട്ടപ്പോഴാണ് ഞങ്ങൾക്കിത് ബോധ്യമാണതെന്ന് എൻ്റെ ഒരു സഹോദരൻ സൂചിപ്പിക്കേണ്ടത്. അപ്പൊ അതാണ് മദിയനിൽ നിന്ന് ജലം കൊണ്ടുവരിക എന്ന് പറയുന്നത്. ആ ദീന് ഉൾക്കൊണ്ട ആ ഇടത്താണെന്നാണ് ഈ ജ്ഞാനത്തിന്റെ ജലം കിട്ടുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പൊ വകദാലിക ഔഹൈന ഇലൈക ഖുർആനൻ അറബിയൻ എന്ന് പറഞ്ഞാല് വ്യക്തമായ അറബി ഭാഷ എന്നാൽ അർത്ഥത്തിനല്ല, സ്പഷ്ടമായ വായന. അതാണ് ഖുർആനൻ അറബിയൻ എന്ന് പറയുന്നത്. നമുക്ക് കാര്യങ്ങൾ സ്പഷ്ടമായി വ്യക്തമായി മനസ്സിലാക്കി വായിച്ചെടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള അറിവുകൾ നിനക്ക് ഞാൻ നൽകിയിരിക്കുന്നു എന്നാണ്. അത് എന്നോടും പറയുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ ഈ ക്ലാസ് കേൾക്കുന്ന ഏത് സഹോദരങ്ങളുടെയും
ആ പിന്നെ ഏതൊരു സഹോദരനോടും ഇത് സംസാരിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ഭാഷ്യം. ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയാണ്. വകദാലിക ഔഹൈന ഇലൈക എന്ന് പറയുന്നത് എന്നോടാണ്, എൻ്റെ ഈ ക്ലാസ് കേൾക്കുന്ന എൻ്റെ എല്ലാ സഹോദരങ്ങളോടാണ്, എല്ലാ മനുഷ്യരോടുമാണ് ഈ പറയുന്നത്. നിങ്ങളുടെ ബുദ്ധിയും ചിന്തയും കുറയാണോ, കറിയത്താണോ? അതായത് ഇതുവരെയും ജ്ഞാനത്തെ ഉൾക്കൊള്ളാനോ ചിന്തിക്കാനോ തയ്യാറാകാത്ത ഹാവിയത്തുൻ അല ഉറുഷിഹ, അതാണല്ലോ ഔക്കല്ലതി മറ വക്കം അഹ്ലക്കിനാമിൻ ഖറിയത്തിൻ വഹിയ ഹാവിയത്തുൻ അല ഉറുഷിഹ എന്ന് പറയുന്നത് അതാണ്. അവിടെയൊക്കെ നമ്മൾ പഠിച്ചു വെച്ചത് അങ്ങനെയല്ല. എത്രയെത്ര ഗ്രാമങ്ങളെയാണ് ഞാൻ നശിപ്പിച്ചു കളഞ്ഞത്. അവയുടെ ഉറൂഷുകൾ, അവിടുത്തെ ചെടികളും വൃക്ഷങ്ങളും തോട്ടങ്ങളും ഒക്കെ അങ്ങനെ നശിപ്പിച്ച് കാലിയായി പോയി എന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ തകർത്ത് കളഞ്ഞു എന്നാണ്. അള്ളാഹുവിനെ ഒരു ക്രൂരനായിട്ട്, ഒരു ഭീകരനായിട്ട് ആണ് അള്ളാഹുവിന് ചിത്രീകരിച്ചിട്ടുള്ളത് അത്തരം പരിഭാഷകളിലൂടെ. എന്നാ ഈ അള്ളാഹു മദീനത്തിനെ വക്കം അഹ്ലക്കിനാമി മദീനത്തിൻ എന്നോട്ട് പറഞ്ഞിട്ടില്ല. എത്രയെത്ര മദീനത്തുകളെയാണ്, മദിയനുകളെയാണ്, മുദിനുകളെയാണ് ഞാൻ നശിപ്പിച്ചു കളഞ്ഞത് എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്കറിയാം എന്താണ് ആ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാതെ അള്ളാഹുവിന് ഗ്രാമങ്ങളോട് ദേഷ്യവും പട്ടണത്തോട് സ്നേഹവും അല്ല. അത് ഈ അർത്ഥത്തിലാണ്. മദീനത്തുൽ ഇൽമിനെ നശിപ്പിക്കേണ്ടതില്ല, കാരണം അവരിപ്പോ ജ്ഞാനത്തിലാണ്. നേരെ മറിച്ച് ചിന്തിക്കാത്ത, അന്വേഷിക്കാത്ത, ജാമിതായ മനുഷ്യന്റെ ബുദ്ധി, അവന്റെ മനസ്സ് ആത്മീയ ജ്ഞാനത്തിലേക്ക്, ആധ്യാത്മികമായ ജ്ഞാനത്തിലേക്ക് വരാത്ത മനുഷ്യന്റെ ബുദ്ധിയും ചിന്തയും ജീവനില്ലാത്തതാണത്. അതുകൊണ്ട് തന്നെ അതിനെ മാറ്റിയെടുക്കേണ്ടതുണ്ട്. അതാണ് കമ്മഹിലക്കിന എന്ന് പറയുന്നത്. അതിനെ മാറ്റിയെടുക്കലാണ് അതിന്റെ ഹലാക്ക്, അതിന്റെ ഇഹിലാക്ക്. അതാണ് അതിനെ നശിപ്പിക്കുക എന്ന് പറയുന്നത്. അവിടെ ജ്ഞാനം കൊണ്ടുവരിക എന്നാണ്. അതിനെ മാറ്റിയിട്ട് അവരെ ജ്ഞാനത്തിലേക്ക് എത്തിക്കുക എന്നാണ്. അവന്റെ പോസിറ്റീവ് ഗുണമാണ് അവിടെ പറയുന്നത് അള്ളാഹുവിന്റെ. അല്ലാതെ അള്ളാഹുവിന്റെ നെഗറ്റീവ് ഗുണമല്ല. ഭീകരനായിട്ട്, ഒരു ക്രൂരനായിട്ട്, ഒരു സ്വേച്ഛാധിപതിയായിട്ട് ചിത്രീകരിക്കുന്ന ആ രീതിയല്ല അവിടെ. അവരുടെ അത്തരം മനസ്സുകളെ, അത്തരം ചിന്തകളെയാണ് മാറ്റിപ്പണിയുന്നത്. അതാണ് വക്കം അഹ്ലക്കിനാമിൻ ഖറിയത്തിൻ വഹിയ അവ ഹാവിയത്തുൻ അല ഉറൂഷിഹ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഉറൂഷുകളിൽ നിന്ന് അത് മുജറദായിരുന്നു, ഒഴിഞ്ഞു പോയി കിടക്കുകയായിരുന്നു എന്നർത്ഥം. അത് ഉൾക്കൊണ്ടിരുന്നില്ല എന്നർത്ഥം. പ്രത്യേകം മനസ്സിലാക്കുക. ഹാവിയത്ത് എന്ന് പറഞ്ഞാൽ അത് മുജറദാണ്, അത് ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു ഹാവിയ. എന്തിൽ നിന്ന്? അല ഉറൂഷിഹ, അതിന്റെ ഉറൂഷ്, അത് ഉൾക്കൊള്ളേണ്ട ഉറൂഷുകൾ ഉണ്ടായിരുന്നു. അള്ളാഹുവിന്റെ ഖവാനീനുകളും അൽലുമത്തുകളും, അവന്റെ നിയമങ്ങളും വ്യവസ്ഥകളും, നീതി വ്യവസ്ഥകൾ എന്ന് വേണമെങ്കിൽ ചുരുക്കി പറയാം. അവന്റെ നിയമ വ്യവസ്ഥകളിൽ നിന്ന് ആ മനസ്സും ചിന്തയും മുജറദായിരുന്നു, ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. അങ്ങനത്തെ മനസ്സുകളെയും ചിന്തകളെയാണ് അള്ളാഹു മാറ്റിയെടുത്തത് എന്നാണ് പറയുന്നത്. പ്രത്യേകം മനസ്സിലാക്കുക എൻ്റെ സഹോദരങ്ങൾ. ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാര്യങ്ങൾ ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതാണല്ലോ ഈ കൽബും മുത്തുമയിന്നുണ്ട്, കറിയത്തും മുത്തുമയിന്നത്തുണ്ട്, ആമിനത്തും മുത്തുമയിന്നത്തുണ്ട്. അപ്പൊ തന്നെ നമുക്കറിയാം ഈ കറിയത്ത് അതല്ല. പ്രത്യേകം മനസ്സിലാക്കുക. ലറബല്ലാഹു മസലൻ കറിയത്തൻ കാനത്ത് ആമിനത്തൻ മുത്തുമയിന്നത്തൻ എന്ന് പറയുന്നുണ്ട്. ഒരു ഗ്രാമം എങ്ങനെ മോമിനത്താകുക, മുത്തുമയിന്നത്താകുക? ഒരു വില്ലേജ്. നേരെ മറിച്ച് ഈമാനും തുമനീനത്തുൽ ഒക്കെ കൽബിനും നഫ്സിനുമാണ് പറയുന്നത്. അത് മറ്റൊരു വചനത്തിൽ പറയുന്നുണ്ട്. സൂറത്തു നഹ്ലിലും 106-ലും 112-ലും പറയുന്നുണ്ട്. ഇല്ലാമൻ ഉക്രിഹ വ ഖൽബുഹു മുത്മഇന്നും ബിൽ ഈമാൻ എന്ന് പറയുന്നുണ്ട്. സൂറത്തു അന്നഹ്ൽ 106-ലാണ് എന്നാണ് ഓർമ്മ.
അപ്പോ കൽബ് മുത്തുമയിന്നാണ്. കൽബ് കുഫറിലേക്ക് പോകും, കൽബ് തുമൈനീനത്തിലേക്ക് വരും. അതേ ആശയം തന്നെയാണ് ഖറിയത്ത്. ആമിനത്തും മുത്തുമയിന്നത്താണ്. അതേ ആ ഖറിയത്ത് ഫകഫറത്ത് ബി അൻഉമില്ലാഹി എന്ന് പറയുന്നുണ്ട്. ഒരു ഗ്രാമം എങ്ങനെയാണ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ തള്ളിക്കളയുക? അപ്പൊ നിഅമത്തുകൾ ഉപയോഗിക്കാത്തത് ആരാണ്? മനുഷ്യന്റെ ചിന്തയും മനുഷ്യ മനസ്സുമാണത്. നഫ്സിനാണ് തുമൈനീനത്ത്, നഫ്സിനാണ് കുഫർ, നഫ്സിലാണ് കുഫർ ഉണ്ടാകുന്നത്, നഫ്സിലാണ് തുമൈനീനത്ത് ഉണ്ടാകുന്നത്, നഫ്സിലാണ് ഈമാൻ ഉണ്ടാകുന്നത്. അതാണ് ആമിനത്തൻ മുത്തുമഇന്നത്തൻ എന്ന് ഖറിയത്തിനെ കുറിച്ച് പറഞ്ഞത്. ഇത് ഞാൻ മറ്റു വിഷയങ്ങളെ പറഞ്ഞതുപോലെ തന്നെ ഒരു കീ തരുന്നേ ഉള്ളൂ. ഇതിന്റെ വിശദമായ വിശദീകരണങ്ങൾ ഇനി ഖറിയത്തുമായി ബന്ധപ്പെട്ട അനവധി വചനങ്ങൾ ഖുർആനിലുണ്ട്. അതൊക്കെ നമ്മുടെ വിശദീകരണങ്ങളിൽ തുടർന്നു വരും. അപ്പോ തെളിഞ്ഞു വരും എൻ്റെ സഹോദരങ്ങൾക്ക്. അങ്ങനെ തെളിഞ്ഞു വന്ന് കിട്ടിയാൽ എടുക്കുക, അല്ലെങ്കിൽ പാരമ്പര്യമായി നമ്മൾ പഠിച്ചതുമായി മുന്നോട്ട് പോവുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ സഹോദരങ്ങളെ എവിടേക്കും ഞാൻ ക്ഷണിക്കുന്നില്ല. നിങ്ങളുടെ അറിവ് നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾ സ്വയം മാറുക, അത്രയേ ഉള്ളൂ. സംഘടന മാറാനോ അല്ലെങ്കിൽ ദീന് മാറാനോ ഒന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളെ ഞാനൊരു പുതിയ സംഘടനയിലേക്ക് ക്ഷണിക്കുന്നില്ല. നിങ്ങൾ സുന്നിയായിട്ടാണ് ഇപ്പൊ നിൽക്കുന്നതെങ്കിൽ സുന്നിയായിട്ട് നിൽക്കുക. വേറെ ഏതെങ്കിലും സംഘടനയിലാണ് ഇപ്പൊ നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ അവിടെ തന്നെ നിൽക്കുക. എന്നിട്ട് ഈ ജ്ഞാനത്തിനനുസരിച്ച് മാറുക, സ്വയം അവിടെ നിന്നുകൊണ്ട് തന്നെ. നിങ്ങളുടെ ഇപ്പോഴുള്ള ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഒന്നും ഉപേക്ഷിക്കേണ്ടതില്ല. അതൊന്നും ഉപേക്ഷിക്കാൻ ഞാൻ പറയുന്നില്ല. പക്ഷേ ഖുർആനിന്റെ ഈ തലത്തിലുള്ള ഒരു വായന കൂടി എൻ്റെ സഹോദരങ്ങൾ അറിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഖറിയത്ത് എന്ന് പറയുന്നത് ഈമാന് ഉൾക്കൊള്ളുന്നുണ്ട്, ആ മുത്തുമയിന്നത്തായി മാറുന്നുണ്ട്. അതാണ് ഖറിയത്തൻ കാനത്ത് ആമിനത്തൻ മുത്തുമയിന്നത്തൻ എന്ന് പറയുന്നത്. എന്നിട്ട് പിന്നെ വകഫറത്ത് ബി അൻഉമില്ലാഹി എന്ന കുഫറിലേക്കും അത് പോകുന്നുണ്ട്. സൂറത്ത് അന്നഹില് 112 ആണ്, 112 പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് അതാണ്, നീ ഇതുമായി ബന്ധപ്പെട്ട ഖറിയത്ത് അള്ളാഹു ഒരു ഖറിയത്തിനെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ അമർന മുത്തറഫീഹ എന്നൊക്കെ പറയുന്ന അങ്ങനെ നിരവധി വചനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഇനി വിശദീകരിക്കാനുണ്ട്. അപ്പോ ലിതുന്ദിറ ഉമ്മൽ ഖുറ എന്ന് പറയുന്ന വകദാലിക ഔഹൈന ഇലൈക ഖുർആനൻ അറബിയൻ എന്ന സൂറത്തു അശൂറയിലെ 7-ാമത്തെ വചനത്തിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു വരാൻ പോവുകയാണ്. ഖുർആനൻ അറബി എന്ന് പറഞ്ഞ സ്പഷ്ടമായ ഇസ്തിഖ്റാ, ജ്ഞാനം, അറിവിന്റെ യാഥാർത്ഥ്യങ്ങളുടെ വായന നിനക്ക് ഞാൻ അറിവായിട്ട് വഹിയായിട്ട് നൽകുന്നുണ്ട്. അത് എന്നോടും നിങ്ങളോടും ഓരോ മനുഷ്യനോടാണ് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? തുന്തിറ ഉമ്മൽ ഖുറ, നിന്റെ ഇപ്പൊ നിർജീവമായ ആ ജ്ഞാനത്തിന്റെ മേഖലയുണ്ടല്ലോ, അവിടേക്ക് ജ്ഞാനത്തിന്റെ ചിന്തയുടെ അറിവിന്റെ വിത്തുകൾ പാകുന്നതിന് വേണ്ടിയിട്ടാണത്. അതാണ് നെസർ എന്ന് പറഞ്ഞാൽ. അതാണ് താക്കീതും മുന്നറിയിപ്പും ഒന്നുമല്ല. ചിന്തയുടെ അന്വേഷണത്തിന്റെ അഫ്കാറുകളുടെ ബുദൂറുകള്, വിത്തുകളാണ് അവിടേക്ക് വിതറുന്നത്. അതിനു വേണ്ടിയിട്ട് മാത്രല്ല തുന്തിറ ഉമ്മൽ ഖുറ വമൻ ഹൗലഹ, അതിനെ മാറ്റിയെടുക്കുന്നു. അപ്പൊ തഹ്വീലുൽ ഖറിയത്തിനാണ്, ഖറിയത്തിനെ മാറ്റിയെടുക്കണം. എവിടേക്ക്? ഇലൽ മദീനത്തിലേക്ക് മാറ്റിയെടുക്കുന്നവർക്കും വേണ്ടി. പ്രത്യേകം മനസ്സിലാക്കുക, ഹൗല എന്ന് പറഞ്ഞാൽ ചുറ്റുഭാഗമൊന്നുമല്ല. അത് ബാങ്ക് കൊടുക്കുമ്പോ തന്നെ ഹയ്യ അല സ്വലാത്ത് ഹയ്യ അലൽ ഫലാഹ് എന്ന് കേൾക്കുമ്പോ ലാ ഹൗല എന്ന് പറയുന്നതാണ് ഹൗല്. ഹൗലൈനി കാമിലൈനി എന്ന് ഖുർആൻ പറയുന്നുണ്ട്. 2 മേഖലകളും പൂർണ്ണമായിട്ടും മാറണം. അത് ലാഹിറും ബാത്തിനും മാറണം തന്നെ വേണം. ലാഹിറായ അറിവിലേക്കും ബാത്തിനായ അറിവിലേക്കും ആ 2 ഹൗലൈനി കാമിലൈനി. അല്ലാതെ 2 കൊല്ലം മുലയൂട്ടണം എന്നല്ല. അങ്ങനെ പറയുന്ന ആളുകൾക്ക്, അങ്ങനെ മനസ്സിലാക്കുന്ന ആളുകൾക്ക് അങ്ങനെ മനസ്സിലാക്കാം. വൽ വാലിദാത്തു യുർളീന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈനി എന്ന് പറഞ്ഞാൽ
ഉമ്മമാര് കുട്ടികൾക്ക് 2 കൊല്ലം മുല കൂട്ടണം എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളത്. അതൊരു സൂചന നൽകിയെന്നുള്ളൂ. പക്ഷെ അതൊക്കെ നമുക്ക് വിശദമായി അതിൻ്റെ ഓരോ വരികളിലൂടെയും ഓരോ അക്ഷരങ്ങളിലൂടെയും പോയി വിശദീകരിക്കേണ്ട വചനങ്ങളാണ് അതൊക്കെ. അത് അപ്പോഴേ വിശദീകരിക്കുള്ളൂ. ഇപ്പൊ ഞാൻ പറയുന്നില്ല. ഇവിടെ ഹൗല് എന്നുള്ളതോ ആ വാക്കൊന്ന് പറയാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഹൗല് എന്ന് പറയുന്നത് 4 ഭാഗമൊന്നല്ല, അതിന്റെ ചുറ്റുപാടൊന്നല്ല. ഹൗല് എന്ന് പറയുന്നത് ഹാല്, അത് ആ അവസ്ഥ, ആ ഹാലിന് ഇപ്പോഴുള്ള ആ അവസ്ഥക്ക് മാറ്റം വരുത്തുന്നവർക്ക് വേണ്ടിയുമാണ് എന്നുള്ളതാണ് പറയുന്നത്. അവർക്ക് വേണ്ടിയും. നമ്മുടെ ഇപ്പോഴുള്ള അവസ്ഥ എന്താണ്? നമ്മുടെ കറിയത്തിന്റെ അവസ്ഥയാണ് നമ്മുടെ ചിന്തയും മനസ്സും. അതിനെ എവിടേക്കാണ് തഹ്വീൽ ചെയ്യേണ്ടത്? അതിനെ മാറ്റേണ്ടത് ഇലൽ മദീനത്തി. തഹ്വീൽ എക്സ്ചേഞ്ച് ഒക്കെ അറിയാം ആളുകൾ, ഗൾഫിലൊക്കെ പോകുന്ന ആളുകൾക്ക് മണി എക്സ്ചേഞ്ച് ഉണ്ടാവും, അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും തഹ്വീൽ എന്നുള്ളത്. ഇവിടുന്ന് രൂപയുമായി പോവുകയാണെങ്കിൽ അവിടുത്തെ ദിർഹമിലേക്ക് അല്ലെങ്കിൽ റിയാലിലേക്ക് ഒക്കെ മാറണമെങ്കിൽ അത് മാറ്റാനുള്ള ഓഫീസുകളും കേന്ദ്രങ്ങളും ഒക്കെയാണ് തഹ്വീൽ. അന്നിപ്പോ ഞാൻ പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് അത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനാണ്. ബാങ്ക് കൊടുക്കുമ്പോ ഹയ്യ അല സലാത്ത് ഹയ്യ അലൽ ഫലാഹ് എന്ന് പറയുമ്പോ കേൾക്കുന്ന ആളുകൾ ലാ ഹൗല എന്ന് പറയുന്നത് അതാണ്. ചുറ്റുമില്ല എന്നല്ല, മാറ്റം കൂവത്തും അള്ളാഹുവിൽ നിന്നല്ലാതെ ഉണ്ടാവൂല എന്നാ പറയണത്. അതാണ് ലാ ഹൗല. ആ ഹൗലാണ്, ആ ഹൗലഹ എന്ന് പറയുന്നത്. നമ്മളിതൊരു ഇതിനില്ലാത്ത ഒരു അർത്ഥതലം കൊണ്ടുവരികയല്ല ചെയ്യുന്നത്, അതിനുള്ള അർത്ഥമാണ് നമ്മൾ പറയുന്നത്. ഇതിലും താഴെ ഇറങ്ങി എങ്ങനെ വിശദീകരിക്കാൻ കഴിയുമെന്ന് എനിക്ക് അറിയില്ല. എൻ്റെ സഹോദരങ്ങൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. അപ്പോ എൻ്റെ സഹോദരങ്ങളുടെ മനസ്സിൽ ഖറിയത്തുമായി ബന്ധപ്പെട്ട നിരവധി വചനങ്ങൾ ആ ഖുർആൻ അറിയുന്ന ആളുകളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ടാവും. അത് നമ്മുടെ വിശദീകരണത്തിൽ വരും. ഉമ്മ പറഞ്ഞതുപോലെ, അബു പറഞ്ഞതുപോലെ ഇതൊക്കെ ഒരു കീ തരികയാണ്. ഈ കീ കിട്ടിയാൽ തന്നെ അന്വേഷിക്കുന്ന, ചിന്തിക്കുന്ന, യാഥാർത്ഥ്യങ്ങൾ കണ്ടെത്താൻ കഴിയുന്ന വലിയ ബുദ്ധിയുള്ള ആളുകളുണ്ട്, ചിന്തയുള്ള ആളുകളുണ്ട്. അവർക്ക് നമ്മൾ പറയാത്ത മേഖലകളിലേക്ക് വരെ അവർക്ക് കടന്നു ചെല്ലാൻ ഈ കീ കൊണ്ട് തുറന്നു കടക്കാൻ, പ്രവേശിക്കാൻ അവർക്ക് സാധിക്കും. അല്ലാത്ത ആളുകൾക്ക് വേണ്ടി നമ്മൾ ഓരോ വചനങ്ങളും നമ്മുടെ തുടർ പഠനത്തിന്റെ ഭാഗമായി വിശദീകരണങ്ങളിൽ വരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. സലാം.